പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ശുഭമായിരിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഒരു വിഷയത്തെപ്പറ്റി ഞാൻ കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ഇടുന്നത്. ഞാൻ 2001 മുതൽ 2023 വരെ വളരെ ദീർഘകാലം വടക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഡൽഹിയിൽ താമസിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു കാര്യം അവിടെ ശ്രദ്ധിച്ചിരുന്നു. അവിടെ ഉള്ള ഈ ആളുകളിൽ കച്ചവടക്കാരായ ധാരാളം ആളുകളുണ്ട്, ബിസിനസ്സുകാരുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഒരു വലിയ വിഭാഗമാണ് മാർവാഡീസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാർവാടി. അത് ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്ന് കഴിഞ്ഞാലും മാർവാടികളുണ്ട്. അപ്പം ഇന്ത്യയിലെ രാജസ്ഥാനിലെ ഒരു സ്ഥലമാണ് മാർവാഡ്. അപ്പോൾ അവിടുത്തെ ആ സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ചത് കൊണ്ടാണ് ഒരു പ്രത്യേക ജനവിഭാഗം, അതൊരു ജൈൻ മത വിശ്വാസികളും ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പം പ്രത്യേകിച്ച് ആ ഒരു സ്ഥലത്തു നിന്ന് വന്നതായ ആളുകൾ മാർവാഡീസ് എന്ന് വിളിക്കപ്പെടുന്നു. എന്തായാലും നമ്മൾ ഇന്ത്യയിലെ ഒട്ടുമിക്ക ഈ പറയുന്ന പ്രസിദ്ധരായ വ്യവസായികൾ, പ്രത്യേകിച്ച് ബിർള അങ്ങനെയുള്ളവർ, നമ്മുടെ അങ്ങനെ ധാരാളമായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ ജൈനന്മാർ ഒത്തിരി വ്യവസായികളുണ്ട്. ഇവരെല്ലാം മാർവാഡീസ്. പിന്നെ അതല്ലാതെ ഒരു വളരെ ലീഡിങ് ആയിട്ടുള്ള ബിസിനസ് ഇത് നടത്തുന്നവരാണ് സിന്ധികൾ. നമ്മുടെ നാട്ടിലും ഈ ഡൽഹിയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ ധാരാളം സിന്ധികളുണ്ട്. പിന്നെ സർദാർമാർ ഉണ്ട്. പിന്നെ ഈ പല വിഭാഗങ്ങളുമുണ്ട്. മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, കുറച്ച് പേര്. ഇന്ത്യയിലെ കാര്യം ഞാൻ പറയുമായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറയുന്നത്, ഒരു വിഭാഗം, പ്രത്യേകിച്ച് ഒരു വ്യവസായത്തിൻ്റെ ഇതൊക്കെ നോക്കുവാണെങ്കിൽ പല ഇതുപോലുള്ള വിഭാഗങ്ങളും വളരെ മുമ്പോട്ട് നിൽക്കുന്നത് കാണാം. ഇതിൻ്റെ അകത്ത് ഞാൻ ആലോചിച്ച ഒരു കാര്യം, ഇപ്പം ഈ മാർവാഡീസ് ആയാലും ഈ സർദാർമാരുടെ വിഷയമായിരുന്നാലും, അതല്ലെങ്കിൽ ഇപ്പോൾ മറ്റൊരു ജനവിഭാഗം, ഇവരുടെ ആ സമൂഹത്തിനിടയ്ക്ക് ഒരു പ്രത്യേക കൂട്ടായ്മയുണ്ട്. ഈ ഒരു വ്യവസായം ഒരാൾ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒരാൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഇവരുടെ ഈ കൂട്ടായ്മ ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടുമുള്ള ഒത്തിരി കൂട്ടായ്മകളുണ്ട്. ഈ കൂട്ടായ്മകൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ, അല്ലെങ്കിൽ ഇങ്ങനൊരു ആശയം ബിസിനസ്സിനെ പറ്റി മുമ്പോട്ട് വയ്ക്കുന്നതായ ആളെയൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അതായത് സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഫിനാൻഷ്യലി മാത്രമല്ല, അപ്പോൾ ആ ഒരു ആശയം എങ്ങനെ അത് പ്രാവർത്തികമാക്കാം, അതിനെ കുറച്ചുകൂടി അത് എങ്ങനെ നന്നാക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. കാരണം അവരുടെ പാരമ്പര്യമായിട്ട് അങ്ങനെ ബിസിനസ് ചെയ്തു പോരുന്നൊരു സമൂഹം, വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അവർക്കറിയാം. അപ്പോൾ അത് ഈ മാർവാഡീസ് ആയാലും സർദാർമാരായാലും മറ്റു വിഭാഗങ്ങളൊക്കെ ആയിരുന്നാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി സപ്പോർട്ട് ചെയ്യും, ഹെൽപ്പ് ചെയ്യും.
വീണ്ടും ഞാൻ ഈ ആലോചിച്ച കാര്യത്തിലേക്ക് മടങ്ങി വരാം. ഞാൻ ഉൾപ്പെടുന്നതായ പെന്തക്കോസ്ത് സമൂഹത്തിൽ ഇങ്ങനെയൊരു കൂട്ടായ്മ, അതായത് ആളുകൾ ബിസിനസ്, വിശ്വാസികൾ ഒരു ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ ഒരു ബിസിനസ് ആശയം മുമ്പോട്ട് വയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടും ഫിനാൻഷ്യലി ആവണമെന്നില്ല ഈ സപ്പോർട്ട്, പക്ഷേ മാനസികമായൊരു സപ്പോർട്ടായിരിക്കാം, പ്രാർത്ഥന ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട്. ഈ ഒരു ബിസിനസ് ആശയം മുമ്പോട്ട് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഇങ്ങനെ തോന്നുമ്പോൾ അത് എങ്ങനെ നടപ്പാക്കാം, എവിടെ നടപ്പാക്കാം എന്നതിനെ പറ്റിയൊക്കെ ഒരു സപ്പോർട്ട് ലഭിക്കാനായിട്ട്, ഒരു ഉപദേശം ലഭിക്കാനൊക്കെ ആയിട്ടുള്ളൊരു ഫോർമലോ ഇൻഫോർമൽ ആയിട്ടുള്ളതായ ഒരു പ്ലാറ്റ്ഫോം, ഒരു കൂട്ടായ്മ, ഇത് ഈ പെന്റിക്കോസ്റ്റൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഉണ്ടായിരിക്കാം, ഞാൻ അന്വേഷിച്ചിടത്തോളം എനിക്ക് കണ്ടുകിട്ടിയില്ല. അങ്ങനെയുള്ളത് ഒരു വലിയ അനുഗ്രഹമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒത്തിരി ആളുകൾ, വിശ്വാസികളായ ആളുകൾ, ആണായാലും പെണ്ണായാലും, അവർക്കൊക്കെ ഒരു ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹമുണ്ടാവും. പക്ഷേ പലപ്പോഴും ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടാവത്തില്ല, അതല്ലെങ്കിൽ ഇതെങ്ങനെ നടപ്പാക്കണമെന്ന് അറിയത്തില്ല, ഈ ആദ്യത്തെ കസ്റ്റമർ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് അറിയത്തില്ല, ഒരു ബിസിനസ് എങ്ങനെ നടത്തിക്കൊണ്ട് പോകണമെന്ന് ചിലപ്പോൾ അറിയത്തില്ല. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. കാരണം ജോലി മാത്രം ഒരു വരുമാന മാർഗം പോരല്ലോ, അല്ലേ? ജോലി ചെയ്യാൻ ആഗ്രഹിക്കാത്തവരുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവരായ ആളുകൾ, അവർ ഒരു ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്ത് അതിലൂടെ ഒരു വരുമാന മാർഗം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാകാം. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ പെന്റിക്കോസ്റ്റൽ സമൂഹത്തിൽ, പ്രത്യേകിച്ച് മലയാളികളായ പെന്തക്കോസ്തുകളായ ആളുകളുടെ ഇടയിൽ ഒരു കൂട്ടായ്മ ആവശ്യമാണ്. ഇപ്പോൾ അത് ഇല്ലെങ്കിൽ, ഇതുവരെയും ഞാൻ അന്വേഷിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു കൂട്ടായ്മ കണ്ടു കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. നാട്ടിലായിരുന്നാലും വിദേശങ്ങളിൽ താമസിക്കുന്നതായ മലയാളികളായ പെന്റിക്കോസ്റ്റുകാർക്ക് ഇതൊരു ദൈവികമായൊരു ഒരു 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 ഗൈഡൻസ് ലഭിക്കാനായിട്ട്, നമ്മയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനൊരു സംഘടന, ഒരു പ്ലാറ്റ്ഫോം വേണം. അതിനായിട്ട് ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. കാരണം ഇത് ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത് ഒരു മാനസികമായൊരു സപ്പോർട്ടിനും ഒരു ഡയറക്ഷൻ ലഭിക്കാനും, പിന്നെ ഒരു 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 പേഴ്സണലായിട്ടുള്ളൊരു സപ്പോർട്ടിനൊക്കെ ആയിട്ട് ഇങ്ങനെയൊരു സമൂഹം, ഇങ്ങനെയൊരു കൂട്ടായ്മ വളരെ അത്യാവശ്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ഈ ദിവസങ്ങളിൽ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി നിങ്ങളുടെ മനസ്സിൽ ഓടി വന്നിരുന്നതായ ചിന്തകൾ അത് ദയവ് ചെയ്ത് ഞാനുമായിട്ട് ഷെയർ ചെയ്യുക. നമുക്കിത് ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കമൻറ്റ് സെക്ഷനിൽ പ്ലീസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിടണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.